എനിക്ക് സർപ്രൈസ് ആണ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയാണ്ട് ഫ്രിഡ്ജ് തുറന്ന് ഞാൻ കണ്ട് കേക്ക് ഞാൻ കണ്ടു. ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പം ഞാനിപ്പോൾ എണീറ്റോളാം കേട്ടോ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ABC ആണ് ഞാൻ മിക്കപ്പോഴും കുടിക്കാറ്. അപ്പം ഇന്ന് ABC ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞൂടെ. ക്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് മറ്റേ ഐസ് ഇട്ടിട്ട് കുടിക്കും. അങ്ങനെയാണ് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യാറ്. അതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. അപ്പം ഇന്ന് ഞാനിപ്പോൾ എടുത്തേക്കണത് പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് കുടിക്കാലാ കരുതി. ഞാൻ കുടിക്കട്ടെ. അമ്മയുണ്ടാക്കിയതും അതിന് ടേസ്റ്റ് വേറെ. എനിക്കിഷ്ടമാണ് അമ്മ ഉണ്ടാക്കണത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബോറായിരിക്കുമല്ലോ. മാത്രമല്ല എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. കുറച്ച് നേരം മുടിയൊക്കെ അഴിച്ച് ചിക്കാല കരുതി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും എൻ്റെ ഡെയിലി റുട്ടീനാണ്. എപ്പോൾ ഇങ്ങനെയാലും മുടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. ഹേ ഗൈസ്, അപ്പം നമ്മൾ പഠിക്കാമെന്ന് വെച്ച്. അപ്പം കുറച്ച് നേരം ഇരുന്ന് പഠിക്കണം. നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ക്ഷീണമാണ്. എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ലിറ്ററിൻ്റെ കുപ്പിയാണ്. അപ്പം ഈ കുപ്പിയിലുള്ള വെള്ളം കുടിച്ച് തീർക്കാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പഠിക്കുമ്പോഴുള്ള ടാസ്ക്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ വേണ്ടി പഠിക്കണല്ല, കുപ്പിയിലെ വെള്ളം തീർക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. എന്നല്ലേ ഞാൻ പഠിക്കുള്ളൂ. അപ്പം എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പഠിക്കാൻ വയ്ക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ വേണം. അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ റീസെൻ്റ് അല്ല, ഒരു 2-3 മാസമായിട്ട് ഞാൻ ഈ കുപ്പിയിലെ വെള്ളം തീർക്കലാണ് സ്ഥിരം പരിപാടി. ഞാൻ എൻ്റെ കുപ്പി അങ്ങനെ എന്താണ് ചുറ്റും നോക്കിയിരുന്ന് കളിയാക്കിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ കുപ്പിയായിട്ട് ഇരിക്കണേണ്. കുപ്പിയിലെ വെള്ളമൊക്കെ തീർന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് നീക്കും. അങ്ങനെയാണ്. ഇന്ന് നാളത്തെ എക്സാം സൈക്കോളജിയാണ്. അപ്പം ഞാനിങ്ങനെ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെ ഓടിക്കും. എനിക്കൊന്നും കിട്ടാണ്ടൊക്കെ ആകുമ്പോൾ കാറ് അങ്ങനെ ഇങ്ങനെ പോകും. അതിങ്ങനെയൊക്കെ ഉണ്ട് ഞാനിപ്പോൾ പഠിക്കുന്നത്. അല്ലാണ്ട് എനിക്കിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് നേരം ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കും, കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം TV കാണും, കുറച്ച് നേരം ഫോണിൽ കുത്തണം മാത്രം ഞാൻ കുറേ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ വെള്ളം കുപ്പി തീരട്ടെ, നമുക്ക് പഠിക്കാം. അമ്മേനും കൂടി എനിക്ക് സർപ്രൈസ് ആണ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയാണ്ട് ഫ്രിഡ്ജ് തുറന്ന് ഞാൻ കണ്ട് കേക്ക് ഞാൻ കണ്ടു. പാവം അമ്മയും അവളും കൂടി എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഒപ്പിച്ചതാണ് കേട്ടോ, സർപ്രൈസ് ഒപ്പിച്ചതാണ്. പക്ഷെ ഞാനത്